Hey guys, welcome back to Motoholic 390. അപ്പോൾ നമ്മളിപ്പോൾ കാർഗിലാണ് നമ്മൾ ഹെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലഡാക്കിലോട്ടാണ്. ഓക്കെ, അപ്പോൾ കാർഗിൽ നിന്ന് ലഡാക്കിലുള്ള വിശേഷങ്ങളിലോട്ട് നമുക്കിന്ന് കിടക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. സ്നോ ഹിൽസ് ഒക്കെ നോക്കിയ മുകളിൽ. അപ്പോൾ നമുക്ക് ലഡാക്കിലോട്ടുള്ള വിശേഷങ്ങളോട്ട് കിടക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. മുകളിലൊക്കെ നോക്കിയേ മഞ്ഞുമല കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത് കൊടുത്തൊന്നും അങ്ങനെ സ്നോ ഹിൽസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനത്തെ ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന പോലത്തെ ഹിൽസാണ്. സംഭവം കുറച്ച് ഡേഞ്ചറസ് ആണെങ്കിലും കാണുമ്പോൾ ഒരു പ്രത്യേകത ഭംഗിയുണ്ട് കേട്ടോ ഈ മലകൾക്ക്. ഈ മലകളുടെ മുകളിലൊന്നും ഒരു ചെടി പോലും ഇല്ല ഗൈസ്. മരമോ ചെടിയോ അങ്ങനെ ഒന്നുമില്ല, വെറുതെ കുറേ ഒരു മലകൾ. അതും ഷൂട്ടിംഗ് സ്റ്റോൺസിൻ്റെ ഏരിയ പോലത്തെ ഒരു ഏരിയ. വെറുതെ ഒന്ന് കുലി കഴിഞ്ഞാൽ മൊത്തം ഇങ്ങോട്ട് വരുന്ന പറയില്ലേ, ആ കൂട് ഈ കിടക്കണമെങ്കിൽ ഇതൊക്കെ അങ്ങനെ വന്നിട്ട് വീണിട്ടുള്ള ചുമ്മാ പൊട്ടി വീണോ സീനുകളാട്ടോ അതൊക്കെ. നിൽക്കണമെങ്കിൽ കല്ലൊക്കെ കണ്ടോ കണ്ടോ. റൈറ്റ് സൈഡിൽ നല്ലൊരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. കണ്ടോ അങ്ങനെ കുറ്റിയൊലി ചേർന്നേ പൊട്ട മീൻസ് ഇങ്ങനെ ചളിവെള്ളമല്ലേ ആ ഒരു കളറാട്ടാ പുഴയ്ക്ക്. നമ്മുടെ കുട്ടാപ്പിച്ചേട്ടൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഏകദേശം ഒരു 50-60 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമ്മൾ എവിടുന്ന് ഇറങ്ങിയിട്ടുള്ളൂ, എവിടുന്ന് നമ്മുടെ കാർഗിൽ നിന്ന്. ഓക്കെ, ആ മലയൊക്കെ നോക്കി ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ടുകൾ പോലെ ഇങ്ങനെ മഞ്ഞുകൾ നിൽക്കണമെങ്കിൽ ഏതാ ഭംഗിയില്ലേ. നല്ല തണവുണ്ട് കേട്ടോ. സ്നോ ഒന്നും അടുത്തില്ലെങ്കിലും നല്ല തണവുണ്ട്. അയ്യോ അങ്ങ് ദൂരെ കാണണമെങ്കിൽ നല്ല സൺലൈറ്റ് അടിച്ചിട്ട് മഞ്ഞ്. അങ്ങനെ ഇത്ര ദിവസം കാത്തിരുന്ന ലഡാക്കിലോട്ട് നമ്മൾ എത്തുകയാണ് ഗൈസ്. ഏകദേശം ഒരു 100 ചില്ലാന കിലോമീറ്റർ ഉണ്ട് ഇനി. അയ്യോ അതെ ഇവിടെ ഐസ് ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ പോർഷനിലേക്ക് ഉരുകാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഐസുകൾ കണ്ടോ. അയ്യോ ലഡാക്ക്, ദ ലാൻഡ് ഓഫ് ഹൈ പാസസ്. ഒരു മോണാസ്ട്രി ഉണ്ടെങ്കിൽ കണ്ടോ, മണാലി ഫ്ലാഗ് കൂട്ടിയിട്ട് ഒരു മോണാസ്ട്രി. രസമായിട്ടുള്ളേ ടിബറ്റൻ ഫ്ലാഗ് കെട്ടിയിട്ട് ഒരു മൊണാസ്ട്രി. ഇനി ഈ വഴിക്ക് കുറേ മൊണാസ്ട്രികൾ ഉണ്ട് എന്നോട്ടെ പറഞ്ഞേ, അറിയാൻ സാധിച്ചേ. പക്ഷെ എന്താ പ്രത്യേകതരം മലകളില്ലേ, ഒരു മരം പോലും ഇല്ലാതെ. ഓ ഇവിടെ നിന്നൊക്കെ ഇടിഞ്ഞു പോകുന്നേക്കണെങ്കിൽ താഴ്ത്തിക്ക് കണ്ടോ. അതുകൂട്ട് നടന്ന അതിന് ഇടിഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അയ്യോ നേരെ ഉണ്ടെങ്കിൽ മഞ്ഞുമല എന്ത് രസമല്ലേ. ഇങ്ങനെ സൺലൈറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഗ്ലേസ് ചെയ്ത് കാണിക്കുക, ഗ്ലേസ് ആയിട്ട് കാണണേ. അയ്യോ ആ മലയുടെ കളർ നോക്കിയടാ, ഒരു പ്രത്യേക കളർ ഗൈസ് കണ്ട. ഈ ഹില്ലിന്റെ കളർ ഒന്നാ, പക്ഷെ നേരെ കാണുന്ന ഹില്ലിന്റെ കളർ നോക്കിയേ ഒരു പ്രത്യേകത കളർ, കോറിപ്പൊലിയുടെ ഒരു കളർ കണ്ടോ. കളർ വ്യത്യാസം കണ്ടോ. ഈ ഒരു പോർഷനിൽ മാത്രം വേറൊരു കളർ ഇട്ടാ നോക്കിയേ. ഓ മൈ ഗോഡ്. ഓ ഈ കല്ലൊക്കെ വീണാവുന്നുണ്ട് കേട്ടോ. കണ്ടോ വേറൊരു കളർ ഈ ഒരു പോർഷനിൽ മാത്രം കണ്ടോ. വീണ്ടും ഒരു മൊണാസ്ട്രി. ഞാൻ പറഞ്ഞില്ലേ ലോട്ട് ഓഫ് മൊണാസ്ട്രി ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ. നമുക്ക് പറ്റുകയാണെങ്കിൽ ഷോപ്പിൽ നിന്ന് നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ കെട്ടാം. ഓക്കെ, മൂന്നേരല്ലേ ആവൂലേ. അയ്യോ മഞ്ഞുല കാണണമെങ്കിൽ അത് ഭംഗിയുണ്ടല്ലേ കാണാൻ. എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ലേ ഗൈസ്, അത്രയും ഭംഗിയാണ് ഈ സംഭവം. ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കല്ലേ, എന്ത് രസങ്ങളെ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. അയ്യോ എന്തോരവിടെ നേരെ കള്ളക്ക് നിങ്ങള്, എന്തോരം സ്നോ ഹിൽസാണ്. വൗ
നമുക്ക് ഇതുവരെ സ്നോഫോൾ കിട്ടിയിട്ടില്ല അവിടെ സുഹൃത്തുക്കളെ. അതൊരു വലിയ ആഗ്രഹമാണ്. സ്നോഫോൾ ഇനിയിപ്പോൾ ലഡാക്കിലെത്തിയിട്ട് സ്നോഫോൾ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ലക്കിൽ കഴിഞ്ഞ വർഷമൊക്കെ സ്നോഫോൾ ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാൻ സാധിച്ചേ. നമ്മുടെ മാഹിൻ ബോക്സ് എന്ന് പറഞ്ഞൊരു മച്ചാനെങ്കിലേ, പുള്ളിക്കാരൻ്റെ പേജൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ദിവസം മുന്നേയൊക്കെ സ്നോഫോൾ ഉണ്ടായിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഫുള്ള് ഷൂട്ടിംഗ് സ്റ്റോണിൻ്റെ ഏരിയ കേട്ടോ. അത് നോക്കിയേ, ഡേഞ്ചറസ് ഡേഞ്ചറസ്. ചില പാറകൾക്ക് മാത്രം ഒരു പെർട്ടിക്കുലർ ഒരു ഗ്രീനിഷ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ തിരിയുമ്പോഴും മഞ്ഞുമലയുടെ ബ്യൂട്ടി അങ്ങോട്ട് കൂടിക്കൂടി വരികയാണല്ലോ. ലഡാക്ക് എന്ന സ്വപ്നത്തിലോട്ട് നമ്മൾ എത്തിച്ചേരുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ ജമ്മുവിലൊക്കെ എത്തിയപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. ശ്രീനഗർ എത്തിയപ്പോൾ വീണ്ടും കുറേ പ്രശ്നങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം ന്യൂസ് ചാനലിലൊക്കെ വീട്ടുകാർ വന്നിട്ട് നമ്മൾ ടെൻഷനായിട്ടും എല്ലാവരും ടെൻഷനായിട്ടും ഒക്കെ നമ്മളെങ്ങനെ വിളിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈശ്വരാ ഇത്രയും ദൂരം ഒരു 10,3500-4000 കിലോമീറ്റർ നമ്മൾ ഓടിച്ച് വന്നിട്ട് ഇനി ഒരു 300 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ലഡാക്ക് എത്തി. അവിടേക്ക് എത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വലിയ വിഷമല്ലേ. തിരിച്ചു വരാനൊക്കെയാണ് വീട്ടുകാർ പറയണേ. അവർ നോക്കുമ്പോൾ ടെൻഷനാണ്. ന്യൂസുകാരാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു കാര്യം കിട്ടി ഇങ്ങനെ പൊലിപ്പിക്കണല്ലോ. എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ടെൻഷനാണെന്നില്ല. ലഡാക്ക് അടിക്കാൻ പറ്റില്ല ഈശ്വരാ. ഫൈനലി ഞങ്ങൾ ലഡാക്കിലോട്ട് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. എത്ര വർഷത്തെ സ്വപ്നം എന്ന് പറയും, എത്ര വർഷത്തെ ഡ്രീം കം ട്രൂ മൊമെന്റ്സ് ഗൈസ്. 55 റോഡ് കോൺസ്റ്റർ കോയ്ഗ്രി. ലൈക്കിഞ്ഞൊരു 186 കിലോമീറ്റർ കേട്ടോ. ലമയൂർ 63, കൺകറൽ 24, നമില്ല എന്തോ കണ്ടു ശ്രദ്ധിച്ചില്ല. വഴിയേക്ക് വായിക്കാൻ പറ്റിയില്ല. ലെഫ്റ്റ് മൊത്തം ഒരു ഡ്രൈ ലാൻഡ് പോലത്തെ മലകൾ, റൈറ്റ് മൊത്തം സ്നോ ഹിൽസ്. ഏതാ രസം, ഏതാ മൂട്, അമ്പാനി മൂട്. ഇവിടെയൊക്കെ മറ്റേ വൈറ്റ് ബിയർലി കരടി അയ്യവാ പ്രൗഡ് ടു ബി എ ഇന്ത്യൻ. സീരിയസ്ലി അവര് ഫോട്ടോ എടുത്താലോ? പ്രൗഡ് ടു ബി എ ഇന്ത്യൻ. Proud to be Indian. Yes, I'm very proud to be an Indian. Yay! Hey, കുഞ്ഞു വേണ്ട. അയ്യോ അങ്ങ് ദൂരെ കാണണേ കണ്ടോ സ്നോ ഹിൽ. അതെ ദൈവമേ അങ്ങ് ദൂരെ കൊണ്ടൊക്കെ സ്നോ ഹിൽസ്. അത് ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കണം കേട്ടോ. ഇങ്ങനെ നമ്മളങ്ങനെ ക്രീമൊക്കെ വെക്കൂലേ, അത് കൂട്ടിരിക്കുന്നുണ്ട് ഭംഗിയായിട്ട്. കഴിച്ച് ഇവിടത്തെ മലകളൊക്കെ നോക്കിയേ, ഒരു പച്ചപ്പുമില്ല, ഒരു ചെടിയില്ല, ഒന്നുമില്ല, കുറേ മണ്ണും കല്ലും മാത്രം. യുവർ ജേർണി ഈസ് അവർ കമ്മിറ്റ്മെന്റ്. എന്റെ ദൈവമേ ഏതാ മൂടല്ലേ. റൈറ്റ് സൈഡ് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. മൂടാന്തരം. നമുക്ക് ടിബറ്റൻ ഫ്ലാഗ് വാങ്ങി കെട്ടണം കഴിച്ചു. നോക്കിയേ മറ്റേ ടിബറ്റ്, മറ്റേ എന്താ പറയുമല്ലോ അതിനെ,
നമ്മൾ ടിബറ്റൻ ടെമ്പിളിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ തിരിക്കണത് നമ്മളിങ്ങനെ തിരിക്കണത്, ആ സംഭവം കണ്ടിട്ടോ അവിടെ. ഇവിടുത്തെ കുറേ ഷോപ്പുകളിൽ ഈ സംഭവം അവൈലബിൾ ആണെന്ന് ഞാൻ അറിയാൻ സാധിച്ചേ. ഏത് നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് എന്നും മണാലി ഫ്ലാഗ് എന്നൊക്കെ പറയും. അയ്യോ, അതിൻ്റെ മുകളിലൊരു മോണാസ്ട്രി നോക്കി മലയുടെ തുഞ്ചത്ത്. അപ്പോൾ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് ഒരെണ്ണം വാങ്ങിക്കണം ഗൈസ്. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ അനിയൻ്റെ വണ്ടിക്ക് ഒരെണ്ണം വാങ്ങിക്കണം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കിയൺ, അവൻ്റെ വണ്ടിക്ക് ഒരെണ്ണം വാങ്ങിക്കണം. പിന്നെ എൻ്റെ 2 വേറെ അനിയന്മാരുണ്ട്, അവർ 2 വണ്ടിക്ക് ഒരെണ്ണം വാങ്ങിക്കണം. അങ്ങനെ മൊത്തം ഒരു 4-5 ഫ്ലാഗ് വാങ്ങിക്കണം നമുക്ക്. ടിബറ്റൻ ഫ്ലാഗ്. ഇപ്പോൾ വേണം ബസ്സിൽ ഫുള്ള് നമ്മുടെ ആർമിക്കാരാട്ടോ. എന്താണ് ഒരു പ്രൈവറ്റ് വണ്ടിയിൽ പോണേ. എഗെയിൻ ഒരു മൊണാസ്ട്രി ഗൈസ്. ഈ വഴിയിൽ ഒരുപാട് മൊണാസ്ട്രീസ് ഉണ്ട് കേട്ടോ. അഗെയിൻ ഒരു മൊണാസ്ട്രി. ലോട്ട് ഓഫ് മൊണാസ്ട്രീസ് ഹിയർ. ഓ, ബസ്സിന്ന് പോകാൻ തള്ളല്ലോ. എന്താ കരിവണ്ടിയോ? അവിടെയൊക്കെ ഉണ്ടായിരിക്കും, ഒന്ന് ചോദിച്ചു നോക്കൂ. അതന്നെ ടിബറ്റൻ ഫ്ലാഗ്. വണ്ടി മികെ ചോദിച്ചോണ്ടോന്ന്. നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് കെട്ടിയിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? നമ്മുടെ ബ്രദേഴ്സിന് നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. സാധനം ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, നാട്ടിൽ പല സ്ഥലങ്ങളിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമ്മൾ മൊണാസ്ട്രി ഇതാണ് മൊണാസ്ട്രി. അപ്പോൾ അവിടുന്ന് നമ്മളത് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ച് അങ്ങോട്ട് കെട്ടുക, അത്രേ ഉള്ളൂ. ഏത് രസമല്ലേ പറക്കുന്നത് കാണാനായിട്ട്. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു കഴിച്ചത് കെട്ടണം എന്നുള്ളത്. പക്ഷേ ഇത് നാട്ടിൽ നിന്ന് കെട്ടണതിലൊരു കാര്യമില്ലല്ലോ. ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് കെട്ടപ്പോൾ ആർക്കും പറ്റും. ഇവിടുന്ന് നമ്മൾ സാധനം ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദേഴ്സിനും സംഭവം വാങ്ങിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ബൈക്കുകളാണ്, അപ്പോൾ സോ അവർക്കും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ. അയ്യോ, എൻ്റെ ഗ്ലൗസ് കീറിപ്പോയല്ലോ ഈശ്വരാ, പണിപ്പാളി. ഗ്ലൗ ഒരെണ്ണം വാങ്ങിക്കണം നീ. അപ്പോൾ യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. ആമേ യേ. അപ്പോൾ നമ്മളിതാ മൊണാസ്ട്രിയുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹെഡിങ് ടു ലേ. ഇനിയിപ്പോൾ ഇത് കിട്ടുമ്പോൾ വിഷ്വൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. വാവ്, ഏതൊരു രസമല്ലേ ഇത് പറക്കണ കാണാൻ. എൻ്റെ മോനെ മഞ്ഞുമല. അപ്പോൾ നമ്മളിത് എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദേഴ്സിന് എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ റോൾസുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമാണല്ലേ. എന്ത് ഭംഗിയാണ്. കേരളം ഇത്ര ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ. കേരളത്തിൽ ബാക്കി എല്ലാ ബ്യൂട്ടീസും ഉണ്ട്. ഗ്രീനറി ആയിക്കോട്ടെ, മൺസൂണിലായിക്കോട്ടെ, സമ്മറിലായിക്കോട്ടെ, എല്ലാം അടിപൊളി തന്നെ. പക്ഷേ ഐസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായില്ലേ. മണാലി ഫ്ലാഗ് കെട്ടി കഴിച്ചു നമ്മൾ നമ്മുടെ വണ്ടിക്ക്. ഇതൊക്കെ ഒരു ആഗ്രഹങ്ങളായിരുന്നു. എത്ര കാലത്തെ ആഗ്രഹങ്ങളാണെന്നറിയൂ. ഇതൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ നാട്ടിൽ സാധിക്കാം. പക്ഷെ അതിലല്ലല്ലോ കാര്യം. ഇവിടെ വന്ന് നമ്മൾ ഇവിടുത്തെ മൊണാസ്ട്രീനത് വാങ്ങി കിട്ടുമ്പോൾ അതൊരു ഫീലല്ലേ ഗൈസ്. ഇവിടേക്ക് എത്തുമ്പോൾ നോക്കിയേ ഫുള്ള് മറ്റേ മണലാരണ്യം പോലത്തെ മലകളായിട്ടാ. നോക്കി ഗൈസ്, കണ്ടോ? ഫുള്ള് മണൽ പോലത്തെ മലകൾ. അതിലൊക്കെ ചെറിയ ചെറിയ ഐസ് ഉണ്ട് കേട്ടോ.
പക്ഷെ ഇതിനൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, അല്ലേ? ഈ ഒരു മലകൾക്കും കാണാനൊരു ഭംഗിയുണ്ട്, ഒരു പ്രത്യേകത ഭംഗിയുണ്ട്. സംഭവം ഒരു പച്ചപ്പും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു മരുഭൂമി കണക്കിരിക്കുന്നു ഗൈസ്. നോക്കിയേ നിങ്ങൾ, എല്ലാ മലകളും നല്ല ഭംഗിയിൽ കാണാൻ. സംഭവം ഇതൊക്കെ സീസൺ ടൈമിൽ മഞ്ഞുകാലത്ത് നല്ല ഫുള്ള് മഞ്ഞ് മൂടി കിടക്കണ മലകളാട്ടോ അത് മൊത്തം. ഇപ്പം പിന്നെ നൈസായിട്ട് ഉരുകി മഞ്ഞൊക്കെ പോയി തുടങ്ങി. അത് കാരണം ഈ ഒരു ഭംഗി കിട്ടും. പക്ഷെ ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഗൈസ് കാണുമ്പോൾ. നേരെ ഫ്രണ്ടിൽ അങ്ങ് ദൂരെ കാണുന്ന നോക്കിയേ, ഇങ്ങനത്തെ മണ്ണിൻ്റെ കളർ, അതിൻ്റെ ഇടയിൽ കുറേ വൈറ്റ്, ഗെയിൻ മണ്ണിൻ്റെ കളർ, ഗെയിൻ വൈറ്റ് ആകുമ്പോൾ എന്ത് ഭംഗിയാന്ന് പറയും കാണാൻ, അല്ലേ? ഏതാ മൂട് ഒരു ഡെസേർട്ടിലൊക്കെ നമ്മൾ ഡെസേർട്ട് ഹിൽസ് ഇല്ലേ, മറ്റേ എന്താ പറയുക ഇതിനെ, ഡ്യൂൺസ്, ഡെസേർട്ട് ഡ്യൂൺസ് ഇല്ലേ, അത് കൂട്ടുള്ള മലകളാണ് മൊത്തം ഗൈസ്. ഏത് ഭംഗിയില്ലേ, ഒരു പ്രത്യേക രസമാണ് ഗൈസ് ഇതൊക്കെ കാണാൻ. ചിലയിടത്തൊക്കെ ഐസ് ഉണ്ട് കേട്ടോ, ചിലയിടത്തൊക്കെ ഐസൊന്നുമില്ല, നല്ല തണവുണ്ട്. പക്ഷെ ഏതാ ഭംഗി, അയ്യോ. ആഹാ, ഏതൊക്കെ കാറ്റ് വെച്ചിട്ടാ വണ്ടി സൈഡിലേക്ക് വലിക്കണം, കാറ്റ് വെച്ചിട്ട് അമ്മാതിരി കാറ്റാ. കൈയിടുക. ഏതാ റോഡ് അല്ലേ, റോഡൊക്കെ അടിപൊളിയായിട്ട് ഐസൊക്കെ ഉണ്ട് ഉരുക്കി പോണോക്കി. ആ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഐസും കഷ്ണം കിടക്കുന്നുണ്ട് കേട്ടാ, ഉരുകാതെ. അയ്യോ, വണ്ടി അങ്ങോട്ട് വലിയണില്ലേ സുഹൃത്തുക്കളെ. ഇപ്പോൾ ടിബറ്റൻ ഫ്ലാഗ് കിട്ടിയ കാരണം നിങ്ങൾക്ക് വിഷ്വലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഞാനിപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഏതൊരു റോഡ് കേട്ടോ, വീട്ടിലെ റോഡ് ഗൈസ്, ഒരു രക്ഷയില്ല. ഐസും വെള്ളം ഐസാട്ടാ, ഐശ്വര്യ കിടക്കണമെങ്കിൽ. ഏതാ വ്യൂ നോക്കിയേ, തിരുവരിഞ്ഞപ്പോ എന്റെ മോനെ ഫുള്ള് വൈറ്റായി. അയ്യോ, ഏതാ ഭംഗിയില്ലേ കാണാൻ, പ്രകൃതി വേറെ മൂടൊക്കെയാണ് ഗൈസ്. അയ്യോ, ഈ ഒരു പോഷൻ മാത്രം ഇടിഞ്ഞു വന്നേക്കണോക്കി, കണ്ടോ? ഒരു പോഷൻ മാത്രം ഇടിഞ്ഞു വന്നേക്കണു. ഒരു ബലമില്ലാത്ത മണ്ണാട്ടോ അത് മൊത്തം. ഈ മലയിലും ഇവിടുത്തെ പാറോക്സൈഡിലൊക്കെ ഒരു സ്ട്രോങ് അല്ല ഗൈസ്. നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഒരു താഴ്ത്തി കിട്ടാൻ നമുക്ക് പൊടിയും. അത്രയും ബലഹീനതമായിട്ടുള്ളൊരു കല്ലുകളും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ദേ കിട്ടി മോനെ നമ്മളെ ചേട്ടനെ. അതെ അതെ അതെ, പവർട്ടിയിലോ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ ഞങ്ങൾ ഗുരുവായൂർ തന്നെ, ഗുരുവായൂരനെ. ഏയ് ഓക്കെയാണ്, ഇതുവരെ വലിയ സീനൊന്നുമില്ല. ഇല്ല, ഓക്സിജന്റെ സീൻ അങ്ങനത്തെ സീനൊന്നും ഇപ്പൊ നിലവിൽ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ഇല്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണു. അതുപോലെ ഉള്ളിങ്ങിലൊക്കെ പോകുമ്പോ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഓക്സിജന്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. പുള്ളിക്കാരനൊക്കെ മലയാളം കേട്ടോ, നാട്ടിലുള്ളതാണ്. അല്ല ചേട്ടൻ
കേറ്റ കുഴപ്പമില്ല, പുള്ളിക്കാരൻ നമ്മള് കണ്ടുകൂട്ടി ഗൈസ്. ആ അത് ഒരു ഇപ്പത്തെ എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു കോട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളൊരു മൂഡില് ഞാൻ ഒരുത്തൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരുത്തൻ ക്യാമറയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നോക്കി ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് നോക്കണ്ടല്ലോ, അവൻ തിരിച്ചു വരുമ്പോ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതായിരിക്കും. അതെ അതെ അതെ. എപ്പിറങ്ങി? ഞാൻ കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതെ കാലത്ത് ഇറങ്ങിയിട്ട് എത്ര 10 കിലോമീറ്റർ ആയില്ല ഉണ്ടത്. ഞാൻ മറ്റേ ഇതിന്റെ അവിടെ നല്ല കയറുന്നത്, അത് അതിൽ നിന്ന് ദൂരില്ല ഉണ്ടല്ലേ ആ സ്റ്റാച്ചു എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ ഒരു വലിയൊരു മല പോലത്തെ അവിടെ അധികം ദൂരില്ലല്ലോ. കാലത്ത് ഇറങ്ങിയിട്ട് ഇത്ര ദൂരം ഇവിടെ എത്തിയിട്ടുള്ളോ? കുറച്ച് വീഡിയോ ഉണ്ടാക്കാം ഗൈസ്. നമ്മളിത് മല്ലൂസിനെ ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ നാട്ടിലുള്ളവരാ, പാവർട്ടിയുള്ളവരാ. ഓക്കെ